ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ തിരുവചനം ഒരിക്കൽ കൂടി നമ്മൾ 2 ഭാഗമായി കേട്ടു. 3-ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അറിവ് ലഭിച്ചിട്ടും അത് ചെയ്യാതിരിക്കുന്നവന് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. നമ്മൾ നേരത്തെ കേട്ടു, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വചനത്തിനകത്തെല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ പിന്നിലെ ആ ഉദ്ദേശവും ആത്മാവിന്റെ ഇഷ്ടങ്ങളും മനസ്സിലാക്കാത്തതിൽ നിന്നാണ് പലപ്പോഴും ഒഴിവാക്കലിന്റെ പാപങ്ങൾ നമുക്കുണ്ടാകുന്നത്. ഹല്ലേലൂയ. നീതി, കാരുണ്യം, വിശ്വസ്തത, ഇതൊന്നും നമ്മൾ അവഗണിക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 47-ാമത്തെ തിരുവചനം. ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 47-ാമത്തെ തിരുവചന ഭാഗം. യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനെ ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ. അതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ, ദൈവത്തിന്റെ ഹിതം മനസ്സിലായി, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അത് പ്രവർത്തിക്കാൻ ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. അവന് കഠിനമായ പ്രഹരം ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം എന്താന്ന് അറിഞ്ഞിട്ട് അത് അനുസരിച്ച് അതിനുവേണ്ടി ഒരുങ്ങാതെ പ്രവർത്തിക്കാതെ ഇരിക്കുന്നവന് കഠിന ശിക്ഷ ഉണ്ടാകുമെന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും 10 കൽപ്പനകൾ കേൾക്കാറുണ്ടല്ലേ? പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിലാണ് 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകളിൽ തന്നെ ചില സഭകൾ പഠിപ്പിക്കുന്നത് തെറ്റുണ്ട്. അതില് 2-ാമത്തെ കൽപ്പന എടുത്ത് മാറ്റിയിട്ട് അവസാനത്തെ കൽപ്പന 2 തിരിച്ച് 9-ഉം 10-ഉം ആക്കി തീർത്തിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അത് പ്രത്യേകിച്ച് കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നവർ 10 കൽപ്പനകളിൽ തെറ്റുണ്ട് എന്ന് തിരിച്ചറിയുക. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 1 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗം എടുത്തു നോക്കുക. അതിന് ഒന്ന്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാത്ത മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന് 1-ാമത്തെ കൽപ്പനയും, കാത്തലിക് സഭയിൽ 2-ാമത്തെ കൽപ്പന ദൈവത്തിന്റെ തിരുനാമം വൃഥാ ഉപയോഗിക്കരുത് എന്നാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതല്ല, അത് 3-ാമത്തെ കൽപ്പനയാണെന്നും 2-ാമത്തെ കൽപ്പന ഒരു പ്രതിമയും നിങ്ങൾ സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ള സാദൃശ്യത്തിൽ ഒരു പ്രതിമയും നിങ്ങൾ നിർമ്മിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത് എന്നതാണ് 2-ാമത്തെ കൽപ്പനയെന്നും നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ പാപം ഇതിനകത്ത് സംഭവിച്ചു. അതിനുള്ള ശിക്ഷ അത് ചെയ്തവർക്കും അപ്രകാരം പഠിപ്പിക്കുന്നവർക്കും ഉണ്ടാകും എന്നത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. യജമാനന്റെ ഹിതം പുറപ്പാട് 20-ാം അധ്യായത്തിൽ 10 കൽപ്പന ഏതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയവർ അത് ഒരുങ്ങുകയോ അത് പഠിപ്പിക്കുകയോ ചെയ്യാതിരിക്കുമ്പോ അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് ശിക്ഷ കഠിനമായിരിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് അവസാനത്തെ കാത്തലിക് സഭ കൽപ്പന 2 തിരിച്ചു. 9-ാം കൽപ്പന അന്യന്റെ ഭാര്യയെ മോഹിക്കരുതെന്നും 10-ാം കൽപ്പന അന്യന്റെ വസ്തുക്കളെ മോഹിക്കരുതെന്നും ആക്കി. യഥാർത്ഥത്തിൽ ഇതൊരൊറ്റ കൽപ്പനയാണ്. 20-ന്റെ 17-ാം തിരുവചനം ഒന്ന് വായിച്ചേ. പുറപ്പാട് 20:17. മോഹം എന്ന കൽപ്പന അതിന്റെ ഡെഫിനിഷനാണ് അയൽക്കാരന്റെ ഭവനം മോഹിക്കരുത്. അയൽക്കാരന്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവന്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത്. അപ്പൊ മോഹിക്കരുത് എന്ന 10-ാമത്തെ ഒരൊറ്റ കൽപ്പന 2 കാത്തലിക് ചർച്ച് വിഭജിച്ചിട്ട് 2-ാമത്തെ കൽപ്പന എടുത്ത് മാറ്റിക്കളഞ്ഞിട്ട് എണ്ണം തികയ്ക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അത് കൽപ്പനയെ കുറിച്ച് പറയുമ്പോൾ തൊടാതിരിക്കുന്നത് ശരിയല്ല. ഹല്ലേലൂയ. കാരണം ദൈവകൽപ്പന, ദൈവഹിതം നമ്മൾ അറിയണം, അതനുസരിക്കേണ്ടതായിട്ടുണ്ട്. 1-ാമത്തെ കൽപ്പന എന്താണ്? ഞാനല്ലാതെ വേറെ ദൈവം നിനക്ക് ഉണ്ടാകരുത്. അപ്പൊ പലപ്പോഴും നമ്മൾ പറയും, ഞാൻ അങ്ങനെയാ ചെയ്യാറ്, യേശു അല്ലാതെ, ദൈവമല്ലാതെ, പരിശുദ്ധാത്മാവല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിനകത്ത് നമ്മൾ അറിയാതെ ഒഴിവാക്കുന്ന ഒരു പാപമുണ്ട്. ഏതാണ്? നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിനല്ലാതെ മറ്റു പലതിനും കൊടുക്കുന്നതാണ് ഒഴിവാക്കൽ പാപം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രഥമ സ്ഥാനം ദൈവത്തിനായിരിക്കണം എന്നതാണ് ഈ കൽപ്പനയുടെ ഉദ്ദേശം. ഹല്ലേലൂയ. അതിൽ നമ്മൾ പരാജയപ്പെടുമ്പോ ഈ കൽപ്പനയുടെ ലംഘനമാണ് നമ്മൾ ചെയ്യുന്നത്. 1-ാം സ്ഥാനം മറ്റു പലതിനും കൊടുക്കുന്നു, സ്ഥാനമാനങ്ങൾക്ക് കൊടുക്കുന്നു, സമ്പത്തിന് കൊടുക്കുന്നു. അതെല്ലാം വിഗ്രഹമായിട്ട് മാറുകയാണ്. ദൈവത്തെക്കാൾ സ്ഥാനം ഭാര്യയ്ക്ക്, ഭർത്താവിന്.
ദൈവത്തേക്കാൾ സ്ഥാനം സഭയ്ക്ക് പോലും കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം, സഭ യേശുവിന്റെ ശരീരമാണ്. ഭൗമികമായി നമ്മൾ ഇവിടുന്ന് കാണുന്ന ഒരു പന്തലോ കെട്ടിടത്തിനോ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഏതെങ്കിലും ആശയങ്ങൾക്കോ അല്ല, ക്രിസ്തുവിനായിരിക്കണം ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. രണ്ടാമത്തെ കൽപ്പന നമുക്കറിയാം, ഒരു പ്രതിമയും നിങ്ങൾ നിർമ്മിക്കരുത്. അതാണ് 20:4 മുതൽ വായിച്ചേ. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്കു മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3ഉം 4ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. അപ്പൊ ഒരു പ്രതിമയും മുകളിൽ ആകാശത്തിലോ, അത് പറഞ്ഞ സ്വർഗമെന്നാണ്. അപ്പൊ നമ്മൾ പറയുന്നത് സ്വർഗത്തിൽ ഇരിക്കുന്നവരുടെ രൂപം നമുക്ക് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ ഉണ്ടാക്കുന്നത്, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷെ രണ്ടാമത്തെ കൽപ്പന എടുത്തു കളഞ്ഞതിന്റെ കാര്യം, നമ്മൾ സ്വർഗത്തിന്റെ പേരും പറഞ്ഞ് യേശുവിന്റെയും മറിയത്തിന്റെയും യൗസേപ്പിന്റെയും ഒക്കെ ഈ വിഗ്രഹവും ഫോട്ടോയും സ്വാധീകരിക്കുന്നതിന് വേണ്ടി രണ്ടാം കൽപ്പന എടുത്ത് കാട്ടിക്കളഞ്ഞു. രണ്ടാമത്തെ കൽപ്പന, മുകളിൽ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ഒന്നിന്റെ സാദൃശ്യത്തിൽ ഒരു വസ്തുക്കളും നിർമ്മിച്ച് അതിനെ ആരാധിക്കരുതെന്ന് വ്യക്തമാണ്. ഹല്ലേലൂയ. ജെറമിയ 1:16, ജെറമിയ 1:16, അവർ ചെയ്ത എല്ലാ ദുഷ്ടതയ്ക്കും ഞാൻ അവരുടെ മേൽ വിധി പ്രസ്താവിക്കും. അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപമർപ്പിച്ചു, സ്വന്തം കരവേലകളെ ആരാധിച്ചു. ഹല്ലേലൂയ. ഏതെങ്കിലും വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ച് ധൂപക്കുറ്റി വീശുന്ന സമ്പ്രദായം ഏതെങ്കിലും ക്രിസ്തീയ ഗോളത്തിലുണ്ടെങ്കിൽ അത് ശാപത്തിന് കീഴിലാണ്. ഹല്ലേലൂയ. മനുഷ്യൻ കൈകൾ കൊണ്ടുണ്ടാക്കിയ ഏതെങ്കിലും വിഗ്രഹങ്ങളെ, കരവേലകളെ നമിക്കുകയോ കുമ്പിടുകയോ അതിന്റെ മുന്നിൽ പ്രണമിക്കുകയോ ഏതു തരം പ്രവർത്തികൾ ചെയ്താലും അത് ശാപഗ്രസ്തമാണ്. അവരുടെ മക്കൾക്ക് ശാപമുണ്ടാകും. ഹല്ലേലൂയ. അപ്പൊ ശരിയായ രീതിയിൽ ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ നാം പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ അവഗണനയുടെ പാവമാണ്. അതൊരു വിഗ്രഹത്തെ ആരാധിക്കുന്നതിന് സമമാണ്. ഒരുവൻ അറിയുകയാണ് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ വചനപ്രകാരം ദൈവത്തെ ആരാധിക്കുന്നത്. അത് അറിഞ്ഞിട്ടും അവനത് അനുസരിക്കാതെ ബഹുഭൂരിപക്ഷം ചെയ്യുന്നത് പോലെ അത് തുടർമാനമായി ചെയ്യുമ്പോൾ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളെ അവഗണിക്കുന്ന ഭാവമാണത്. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ, ആരാധിക്കുന്നവൻ എങ്ങനെയായിരിക്കണമെന്ന് യോഹന്നാൻ 4:23-24 കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. യോഹന്നാൻ 4:23-24. എന്നാൽ യഥാർത്ഥ ആരാധകർ, യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നവർ, ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അപ്പൊ ഈ ആരാധിക്കുന്നവർ പലതരത്തിലുണ്ട്. ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അതാണ് സത്യ ആരാധകർ എന്ന് സത്യവേദ പുസ്തകത്തിലും POC ബൈബിളിൽ യഥാർത്ഥ ആരാധകർ എന്നും പറഞ്ഞിരിക്കുന്നത്. അവർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. അപ്പൊ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. കണ്ണൂര് പിതാവ് നോക്കുന്നു, വയനാട് പിതാവ് നോക്കുന്നു, ലണ്ടനിൽ പിതാവ് നോക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർ ഈ നാട്ടിലുണ്ടോ, ഈ ഭവനത്തിലുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെയാ പിതാവ് അന്വേഷിക്കുന്നത്. അടുത്തത്, ദൈവം ആത്മാവാണ്. എന്തുകൊണ്ടാണ് ആത്മാവിൽ ആരാധിക്കണം എന്ന് പറയുന്നത്? ദൈവത്തിന് രൂപമുണ്ടാക്കരുത്, ദൈവം ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അപ്പൊ ദൈവത്തെ ആണോ ഒരുവൻ ആരാധിക്കുന്നത്, അവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പം വിഗ്രഹാരാധന ഇല്ലെങ്കിൽ തിരിയെത്തിച്ച് എങ്ങനെയൊക്കെ ആരാധിക്കുന്നവന്റെ ആരാധന ദൈവത്തിനല്ല. ആ ആരാധന പോകുന്നത് പിശാചിലേക്കാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ ആരാധന വഴിമാറിപ്പോകരുത്. ഹല്ലേലൂയ. അപ്പൊ ഇത് തിരിച്ചറിയാതെ ആരാധന നടത്തുന്നവൻ ഒഴിവാക്കലിന്റെ പാപം ചെയ്യുകയാണ്. മൂന്നാമത്തെ കൽപ്പനയാണ് കർത്താവിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്
വില കൊടുക്കാതിരിക്കുക, ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് വില കൊടുക്കാതിരിക്കുക, ദൈവത്തിന്റെ ശക്തിയെ വലിയ പ്രാധാന്യമുള്ളതായി കാണാതിരിക്കുക. ചിലര് പറയാറില്ലേ, പ്രാർത്ഥിക്കാൻ നേരത്ത് അവര് പറയും ഈ രോഗം ഇച്ചിരി കടുപ്പമാ, ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഇതങ്ങനെയല്ല, നിസ്സാരമല്ല ബ്രദർ, ഒരു ഹല്ലേലൂയ പറഞ്ഞു. അതിനേക്കാളും വലുതാണ് ദൈവത്തിന്റെ ശക്തി എന്ന് അവർ തിരിച്ചറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ നീതിയെ വിലമതിക്കാതിരിക്കുന്ന അവസ്ഥ. അതുപോലെ നമ്മുടെ സംസാരങ്ങളിൽ ദൈവത്തിന് വേണ്ട ബഹുമാനവും മഹത്വവും കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നതും ഒഴിവാക്കലിന്റെ പാപത്തിൽപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും പ്രാർത്ഥിക്കാതെ വ്യർത്ഥമായി ആരാധിക്കുന്നവരെ കണ്ടിട്ടില്ലേ? വെറുതെ നാവ് കൊണ്ട് യേശുവേ നന്ദി എന്ന് പറയാം, അവരുടെ ഹൃദയത്തിൽ നിന്ന് അത് വരുന്നില്ല. അവർ ആ സമയത്ത് വേറെ പല ചിന്തകളിലൊക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം ഒഴിവാക്കലിന്റെ വ്യർത്ഥമായ പാപത്തിന്റെ പട്ടികയിൽപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ കർത്താവിന്റെ ദിവസം അല്ലെ, നാലാമത്തത് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച കൂട്ടായ്മ, ഗൂഗിൾ മീറ്റ്, പ്രൈസ് ദി ലോർഡ്, ഞായറാഴ്ചയിലുള്ള ആരാധന, അതിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഈ കൽപ്പനയുടെ ലംഘനമാണ്. ഹല്ലേലൂയ. വചന പഠനത്തിനോ ആത്മീയ പ്രവർത്തനങ്ങൾക്കോ അവഗണന നൽകുന്നതും ഒഴിവാക്കലിന്റെ പാവമാണ്. ചിലര് പറയാറുണ്ട്, എനിക്കിന്ന് അവിടെ പോകാനുണ്ട്, അവന് ശനിയാഴ്ച പോയിക്കൂടെ? ഒരു ഹല്ലേലൂയ പറഞ്ഞു. എനിക്ക് ഞായറാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്, അവന് പറഞ്ഞുകൂടെ ഞായറാഴ്ച മീറ്റിങ്ങിന് എനിക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് മാറ്റി വെക്കണം? ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. നാലാമത്തെ ആ കൽപ്പനയിൽ നമ്മൾ തിരിച്ച് അറിയാതെ ചെയ്യുന്ന അതിനകത്തുള്ള ഒരു ഒഴിവാക്കലിന്റെ പാവമാണിത്. അഞ്ചാമത്തെ കൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മേൽ ഉത്തരവാദിത്വമുള്ളവരെയായി ഉദ്ദേശിക്കുന്നത്. ആത്മീയ മാതാപിതാക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ അധ്യാപകർ അല്ലെ, ഇല്ലെങ്കിൽ പ്രിൻസിപ്പൽ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മുടെ മുകളിലുള്ളവർ, ഹല്ലേലൂയ. അപ്പൊ അവർക്കൊക്കെ നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മേൽ ഉത്തരവാദിത്വമുള്ളവർ, ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിച്ചവരോട് നമ്മുടെ മനോഭാവത്തിൽ വരുന്ന പരാജയങ്ങൾ, നമ്മൾ വിചാരിക്കും അവരോട് നമുക്ക് റെസ്പെക്ട് തോന്നുന്നില്ല, അവരുടെ ചില പ്രവർത്തികൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ. ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദാനത്തോടു കൂടിയ കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. പകരം വില കുറിച്ച് സംസാരിക്കുക, അവഗണിക്കുക, വെറുപ്പോടെ അവരെ മാറ്റുക. ഹല്ലേലൂയ. അവരോട് സംസാരിക്കാതിരിക്കുക, കരുണ കാണിക്കാതിരിക്കുക. ചിലതൊക്കെ വീഡിയോ ക്ലിപ്പുകളിലൊക്കെ നിങ്ങൾ കാണാറില്ലേ? രോഗിയായിരിക്കുന്ന അപ്പൻ, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അമ്മ, മകള് വന്ന് ചവിട്ടി പുറത്താക്കുന്നു. ഹല്ലേലൂയ. കരണക്കുറ്റി നോക്കി അപ്പനിട്ട് അടി കൊടുക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവം നമ്മുടെ മേൽ ഉത്തരവാദിത്വം കൊടുത്തവരെ റെസ്പെക്ട് ചെയ്യണം. അതിനകത്തൊരംശം കുറവ് വരുത്തിയാൽ ഒഴിവാക്കലിന്റെ പാപമാണ് സംഭവിക്കുന്നത് എന്നും മറന്നു പോകരുത്. ഹല്ലേലൂയ. ആറാമത്തെ കൽപ്പനയാണ് കൊല്ലരുത് അല്ലെ. 1 യോഹന്നാൻ 3:15 വായിച്ചേ. 1 യോഹന്നാൻ 3-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾ അറിയുന്നുമല്ലോ. കൊല്ലരുത് എന്ന് പറയുമ്പോൾ വെറുക്കുന്നവൻ കൊലപാതകം ചെയ്യുക. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ജീവനുകളെ നാം ബഹുമാനിക്കണം. ഒന്നുകൂടെ പറയാം, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരെ നാം ബഹുമാനിക്കണം. ഹല്ലേലൂയ. പരസ്പരം ബഹുമാനിക്കണം, ആദരം കൊടുക്കണം. ഹല്ലേലൂയ. വെറുപ്പിന്റെ ചിന്തയോ വാക്കുകളോ പ്രവൃത്തികളോ ഒഴിവാക്കലിന്റെ പാവമാണ്, അവഗണനയുടെ പാവമാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 9 മുതൽ 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തന്റെ സഹോദരനെ ദോഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു,
അവന് ഇടർച്ചയുണ്ടാകുന്നില്ല. എന്നാൽ തന്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്. അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ട് അവന്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. ഹല്ലേലൂയ. അപ്പോ വെറുപ്പ് ഒരുവനെ ഇരുളിലേക്ക് നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1 കൊരിന്ത്യർ 13-ന്റെ 1 മുതൽ 1 വായിക്കാം. സ്നേഹത്തെക്കുറിച്ചുള്ള പൗലോസ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയ മനോഹരമായ ഡെഫിനിഷൻ 13-ന്റെ 1 മുതൽ. ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. അപ്പൊ നമ്മള് ഭാഷാവരത്തിൽ മറ്റു ഭാഷാവരം എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ഭാഷയുണ്ട്, ദൈവദൂതന്മാരുടെ ഭാഷയുണ്ട്. മനുഷ്യരുടെ ഭാഷയാണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷകൾ സംസാരിക്കുക. ഗ്രീക്കിൽ നമ്മൾ സംസാരിക്കുക, ലാറ്റിൻ ഭാഷയെ സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോ കുറെ നാളുകൾ ഗൾഫിലായിരുന്ന ഒരു ശുശ്രൂഷകൻ എന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹനോട് പറഞ്ഞു, ബ്രദർ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, അറബിയിലാണ് ബ്രദർ പ്രാർത്ഥിച്ചത്. ബ്രദറിന് അറബിയൊക്കെ നല്ല പരിചയമാണല്ലോ. ഹല്ലേലൂയ. എനിക്ക് അറബിയുടെ ഒരക്ഷരവും അറിയത്തില്ല സത്യത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. വേറൊരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാറ്റിൻ ഭാഷയിൽ ഞാൻ പ്രാർത്ഥിച്ചു എന്നൊരാൾ പറഞ്ഞു, അതിന്റെ അർത്ഥം വെളിപ്പെടുത്തി. അപ്പൊ മനുഷ്യരുടെ ഭാഷ, അതുപോലെ വേറൊരു ഭാഷയാണ് ദൈവദൂതന്മാരുടെ ഭാഷ. പൗലോസ് 3-ാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, വിവരിച്ചുകൂടാത്ത പലതും ഞാൻ അവിടെ കണ്ടു കേട്ടു. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവദൂതന്മാരുടെ ഭാഷ. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഷകളിലൊക്കെ സംസാരിച്ചാലും സ്നേഹം എന്റെ അകത്തില്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണെന്ന് പറയുന്നു. 2-ാം വാക്യം. എനിക്ക് പ്രവചനപരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഒരുവൻ ഭയങ്കര പ്രവചനമാണ്, മറഞ്ഞിരിക്കുന്നതൊക്കെ വെളിപ്പെടുത്തുന്നു, നല്ല വിജ്ഞാനമാണ്, പക്ഷേ സ്നേഹത്തിലല്ല ഇത് ചെയ്യുന്നതെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അടിസ്ഥാനമായ സ്നേഹമില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. അപ്പൊ ഈ വചനഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കൃപാവരങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കും, പക്ഷേ ഒരു ഉപേക്ഷാ പാവമാണ് സ്നേഹത്തോടു കൂടെ അല്ലാതെ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നമുക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിലോ? ഹല്ലേലൂയ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം, കരുണ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 4-ാം വാക്യം. സ്നേഹം ദീർഘക്ഷമയും ദയവും ഉള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അത് അവസാനം വരെയും നിങ്ങള് ഭവനങ്ങളിലായിരിക്കുമ്പോൾ പിന്നീട് വായിക്കുക. ഹല്ലേലൂയ. 7-ാമത്തെ കൽപ്പനയാണ് എന്ത്? വ്യഭിചാരം ചെയ്യരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന ആ കൽപ്പനയ്ക്കകത്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ആവശ്യമായ കടമകൾ നിർവഹിക്കാതിരിക്കുന്നത് ഒഴിവാക്കലിന്റെ പാവമാണ്. പ്രൈസ് ദി ലോർഡ്. ആവശ്യമായ കടമ എന്ന് പറയുമ്പോ എന്താണ്? ചില കാര്യമൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും, അതാണ് ആവശ്യവും. പ്രാധാന്യമേറിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭാര്യ പറയാണ്, എന്റെ കാലിന് നല്ല വേദന. അപ്പൊ ഭർത്താവ് എന്ത് ചെയ്യണം? ഭാര്യയുടെ കാലെടുത്ത് മടി വെച്ച് ആ കാലെന്ത് ചെയ്ത് കൊടുക്കണം? മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അത് ചെയ്യുന്നില്ലെങ്കിൽ ഏതാ? ഒഴിവാക്കലിന്റെ പാവമാ. മസാജ് ഒക്കെ ചെയ്ത് കിട്ടുന്നില്ലേ? അലക്കെ എടുത്ത് മസാജ് ചെയ്യാറുണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഭർത്താവ് പറയാണ്, എന്റെ തലയില് ഒന്ന് മസാജ് ചെയ്ത് തരാൻ. ഭാര്യ പറഞ്ഞു, പിന്നെ നിങ്ങളുടെ തല എങ്ങനെയാണോ? ഹല്ലേലൂയ. ഒഴിവാക്കലിന്റെ പാവങ്ങളുണ്ട്.
എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ പറയണ്ടല്ലോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ പോരെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബഹുമാനം ഉണ്ടെന്ന് പുറത്ത് കാണിക്കുക, അകത്തെന്തില്ല, ഒരു ബഹുമാനമില്ല. സ്നേഹിക്കാതിരിക്കുക ഭാര്യയെ ഭർത്താവിനെ. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഒഴിവാക്കലിന്റെ ഭാവമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഭാര്യ ഓർത്ത് നന്ദി പറയുന്ന എത്ര പേരുണ്ട്? കർത്താവേ, അവളെ എനിക്ക് തന്നതിന് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എത്രയോ ശ്രേഷ്ഠമാണത്, എത്രയോ നല്ലതായിരുന്നു അത്. ചിലര് ഇതിനെ എങ്ങനെ തലയിൽ നിന്ന് ഒഴിവാക്കാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ തലമുറ പിള്ളേരെ കെട്ടിയ ഉടനെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാ പറ്റുമോ, അതോ ഡൈവേഴ്സ് വേണ്ടി വരുമോന്നാ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. നന്ദി പറയാൻ തുടങ്ങണം. നിങ്ങൾക്ക് കിട്ടിയ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ വർഷങ്ങൾ കഴിയുമ്പോൾ ചിലത് കണ്ട ഒരു ലുക്കും കാണിയല്ല. വർഷങ്ങൾ കഴിയുമ്പോൾ കെട്ടാൻ നേരത്ത് നല്ല ലുക്കായതുകൊണ്ടല്ലേ കെട്ടിയത്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അതിൽ സന്തോഷിച്ച് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങണം. ഞാൻ കൂത്തുപറമ്പിൽ ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ കടന്നു ചെന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ്. തെങ്ങിൽ നിന്ന് വീണ് അരയ്ക്ക് താഴോട്ട് തളർന്നു കിടക്കുന്ന ഒരു മോഹനൻ. ഞാൻ ചെല്ലുന്നതിന്റെ 6-8 വർഷങ്ങൾക്ക് മുമ്പേ തെങ്ങിന് വീണ് കിടക്കുക. അപ്പൊ 5-8 വർഷങ്ങൾക്ക് മുമ്പേ ആ ഭാര്യയുടെ തല തിരുമ്മി കൊടുക്കാൻ ഇയാൾക്ക് പറ്റില്ല, കാല് തിരുമ്മി കൊടുക്കാൻ പറ്റിയല്ല, ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുക. ഭാര്യയ്ക്കോ 24 മണിക്കൂർ ഈ മനുഷ്യനെ ശുശ്രൂഷിക്കണം. കിടന്ന കിടപ്പിൽ മൂത്രമൊഴിക്കും, കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം. ഇയാളെ തുടച്ചു കൊടുക്കണം, വീട്ടിലെ ഭക്ഷണം പാകം ചെയ്യണം, കൊച്ചിന്റെ കാര്യം നോക്കണം, അടിച്ചു വാരണം, ഇതെല്ലാം ചെയ്യണം. ഇയാള് കിടന്ന കിടപ്പിൽ ഇങ്ങനെ കിടക്കുകയുള്ളൂ. വായിക്കൊരു കുഴപ്പമില്ല, നാവിനൊരു കുഴപ്പമില്ല, പുള്ളി നന്നായിട്ട് സംസാരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ഒരു ദിവസം അവരുടെ വീടിന് സമീപേ ഒരു കുടില് പോലെ ഒരെണ്ണമുണ്ട്. അവിടെ ഞാൻ താമസിച്ചു. ആ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നു. ആ സഹോദരന്റെ അനിയനും എന്റെ കൂടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ആ വീട്ടിൽ ചെന്ന് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ, മോഹനന്റെ ഭാര്യ, എന്നോടൊരു കാര്യം പറഞ്ഞു. ബ്രദർ, എന്റെ മോഹനേട്ടൻ 8 വർഷങ്ങൾക്ക് മുമ്പ് തെങ്ങിൽ നിന്ന് വീണ് നടു തളർന്ന് കിടക്കുന്നത് കൊണ്ടല്ലേ എനിക്ക് എന്റെ യേശുവിനെ അറിയുവാൻ സാധിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അത്ഭുതത്തോടെ ആ സ്ത്രീയെ നോക്കിയപ്പോൾ, ഹല്ലേലൂയ, ആ സ്ത്രീ പറയുകയാണ്, എന്റെ യേശുവിനെ ഇതിലൂടെ അറിയാൻ സാധിച്ചതുകൊണ്ട് ഞാൻ എപ്പോഴും എന്റെ മോഹനേട്ടനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ആ മനുഷ്യന്റെ 2 കണ്ണിലൂടെ കണ്ണുനീരൊഴുകി ഇറങ്ങുക. അയാൾ ചിന്തിക്കില്ലേ ഒരു പക്ഷേ, ഞാനെന്തൊരു പരാജയപ്പെട്ട മനുഷ്യനാണ്, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇവളിതെല്ലാം ചെയ്തിട്ടും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ മനോഭാവം, വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുമ്പോൾ പരസ്ത്രീകളെ നോക്കി പോകരുത്, പരപുരുഷനെ നോക്കി പോകരുത് എന്ന് മാത്രമല്ല, നിന്റെ പങ്കാളിക്ക് വേണ്ട കടമകൾ, നീ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ പരാതിയില്ലാതെ. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങണം. ഇന്ന് പല ഡൈവേഴ്സുകളും പല പ്രശ്നങ്ങളും. ഭാര്യ പറയുന്നത് ഇങ്ങനെ എന്റെ കൂടെ കിടക്കുന്നില്ല, ഭർത്താവ് പറയുന്നു ഇവളെന്റെ കൂടെ കിടക്കുന്നില്ല, എന്റെ ദാമ്പത്യ കാര്യങ്ങൾ ഇവൻ നിറവേറ്റുന്നില്ല, ഇവള് നിറവേറ്റുന്നില്ല, എനിക്ക് ഇവളെ വേണ്ട, ഇവനെ വേണ്ട, എനിക്കെന്റെ കാര്യങ്ങൾ, എന്റെ ജഡത്തിന്റെ കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ പറഞ്ഞാണ് ജഡിക മനുഷ്യർ പുറത്തേക്ക് വ്യഭിചാരാസക്തിയുമായി ഓടുന്നത്, തെറ്റായ കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങളിൽ പോയി വീഴുന്നത്. വാട്സപ്പിൽ ചാറ്റ്, ഫോണിൽ വിളി, ആളില്ലാത്ത സമയത്ത് വീട്ടിൽ കയറ്റുക, അവിടെ പോവുക, സകല വൃത്തികേടും ചെയ്ത് ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്ന ഭാര്യ ഭർത്തൃ ജീവിതം നടത്തുന്നവരുണ്ട്. അവർ വ്യഭിചാരമാ ചെയ്യുന്നത്. അവർ പറയുന്നത് ഞാൻ പോകുന്നില്ല, പക്ഷേ വിളിയിലൂടെ വ്യഭിചരിക്കുന്നു, വാക്കിലൂടെ വ്യഭിചരിക്കുന്നു. ഹല്ലേലൂയ. ഭാര്യയ്ക്കൊരു ദിവസം എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അവർക്കൊരു പ്രശ്നമുണ്ട്.
ഭർത്താവിന് ഷുഗറാ, അവനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തി ശരീരം. അവിടെ അതിനുവേണ്ടി പരാതി പറയുന്നവൻ വ്യഭിചാരിയാണ്. അവിടെ അതിനുവേണ്ടി പരാതി പറയുന്നവൻ വ്യഭിചാരം ചെയ്യുന്നവനാണ്. അശുദ്ധാത്മാവാണ് അവരുടെ മേൽ വ്യാപരിക്കുന്നത്. കെട്ടി രണ്ടാം പൊക്കം ആണെങ്കിലും അവൻ തളർന്നുപോയി, അവള് തളർന്നുപോയി. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുന്നവനത്രേ ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ. ഹല്ലേലൂയ. അല്ലാത്ത ഒരുത്തരും സഭയിലല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ബഹുമാനിക്കാതിരിക്കുക, സ്നേഹിക്കാതിരിക്കുക. എട്ടാമത്തെ ഭാഗമാണ്, കൽപ്പനയാണ്, മോഷ്ടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോഷ്ടിക്കരുത് എന്ന് പറയുമ്പോൾ പോലും എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ മറ്റുള്ളവരെ അവഗണിച്ചെടുത്തിട്ടുള്ളവനോട് പറയുന്നത്, എഫേസ്യർ 4:28, മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്, മോഷ്ടിക്കുന്നവൻ ഇനിമേൽ മോഷ്ടിക്കരുത്, അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനന്ന് പ്രാർത്ഥിച്ച മോഹനൻ ഇന്നൊരു പാസ്റ്ററാണ്. എഴുന്നേറ്റ് നടക്കത്തില്ല, പക്ഷേ അദ്ദേഹം സ്വയം കാർ ഓടിക്കും. പിടിച്ച് കാറ് കയറ്റിയാൽ അവിടെ ഇരുന്ന് അദ്ദേഹം സ്വയം കാർ ഓടിക്കും. പ്രൈസ് ദി ലോർഡ്. വീൽ ചെയറിൽ ഇരുന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, അയാൾ എന്നോ നഷ്ടപ്പെട്ടു പോകേണ്ട ആളാണ്. അദ്ദേഹത്തിന് ബഹുമാനവും സ്നേഹവും ആദരവും കൊടുത്ത അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആ വലിയ ശുശ്രൂഷ ഇന്ന് ആയിരക്കണക്കിന് അക്രൈസ്തവരെ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ കാരണമായി. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവിന്റെ യുദ്ധക്കളത്തിലെ ഒരു ശക്തനായ യുദ്ധ പോരാളിയാണ് അദ്ദേഹം. ഹല്ലേലൂയ. ഇന്ന് അദ്ദേഹത്തിന് കുറവില്ല. അദ്ദേഹത്തിന് വാഹനങ്ങളുണ്ട്, അദ്ദേഹത്തിന് ചർച്ചുണ്ട്, അദ്ദേഹത്തിന് ആവശ്യമുള്ള സമയത്തെല്ലാം നൽകുവാൻ അനേകർ അദ്ദേഹത്തിന്റെ സഭയിൽ ശുശ്രൂഷയിലൂടെ വീണ്ടും ജനിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. അവൻ എന്ത് ചെയ്യണം? ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ സ്വന്തം കൈകൾ കൊണ്ട് അവൻ മാന്യമായി ജോലി ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഈ മോഷണത്തിൽ മറ്റുള്ളവരുടെ സ്വത്ത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാത്തത് അവഗണനയുടെ ഭാവമാണ്. ഹലോ, നിങ്ങളൊരു സ്ഥലത്ത് ജോലിക്ക് ചെയ്യുന്നു. ഇപ്പൊ റീന ജോലി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആവശ്യമുള്ള ക്രീം അല്ലാതെ അയാൾക്കിട്ട് പണി കൊടുക്കാൻ കുറച്ച് ക്രീം എടുത്ത് വെറുതെ കഴുകി കളഞ്ഞാൽ അവഗണനയുടെ ഭാവമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനഃപൂർവ്വം അവിടെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ നശിപ്പിച്ചാൽ, നിങ്ങൾക്ക് ഒരു ജോലി ഒരാൾ തരുമ്പോൾ, ഒരു ടീം, ഒരു ബിസിനസ് നിങ്ങൾക്ക് തരുമ്പോൾ മാന്യമായി പെരുമാറണം, പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് അവർക്ക് ഒരു കുറവും ഉണ്ടാകരുത്. അവർക്ക് ലാഭം കൊടുക്കുന്ന വിധത്തിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കണം. ഒരിക്കലും ഒരുത്തൻ ഒരു IT കമ്പനിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്നു. അവനോട് ചോദിച്ചു, നീ എന്താ രാജിവെച്ചത്? അവൻ പറഞ്ഞു, അങ്ങനെ എന്നെ കൊണ്ട് അവർ ജീവിക്കണം. അവന് ശമ്പളം കൊടുത്ത് അവിടെ നിന്നിട്ട് അവൻ പറയാ, എന്നെ കൊണ്ട് അവര് ജീവിക്കണ്ട. വർഷം 3-4 കഴിഞ്ഞു, ഇപ്പോഴും അവൻ ജീവിക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അന്ന് തന്നെ അവന് 10,000-40,000 രൂപേന്റെ അടുത്ത് സാലറി ഉണ്ടായിരുന്നു. ഇന്ന് 40,000 പോയിട്ട് 1000-ന് വേണ്ടി കടവ് മേടിച്ച് നടക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഒരു ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വന്നേ. അതിന്റെ 14-ാമത്തെ തിരുവചനം. പുറപ്പാട് 22-ാം അധ്യായം. ഒരുവൻ തന്റെ അയൽക്കാരനിൽ നിന്ന് ഏതെങ്കിലും മൃഗത്തെ വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥന്റെ അസാന്നിധ്യത്തിൽ അത് ചാകുന്നതിനോ അതിന് മുറിവേൽക്കുന്നതിനോ ഇടയായാൽ അവൻ നഷ്ടപരിഹാരം ചെയ്യണം. അടുത്ത വീട്ടിൽ നിന്ന് നിങ്ങളൊരു സാധനം വാങ്ങി, വസ്തുവിനെ വാങ്ങി, അതിനെന്തെങ്കിലും കേടുപാട് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹാരം ചെയ്യുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കലിന്റെ പാവമാണ്. ഹല്ലേലൂയ പറഞ്ഞു.
മനസ്സിലായോ? ഒരു ചുറ്റിക അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അവര് ചോദിച്ചില്ല, എന്നാ പിന്നെ അത് വിടിയിരിക്കട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. ഹല്ലേലൂയ. അതുപോലെ ദൈവിക കാര്യങ്ങളിൽ ഒരു നാളും മോഷണമരുത്. മലാക്കിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 8 മുതൽ. ഈ മനുഷ്യരുടെ മോഷ്ടിച്ചാൽ നമുക്ക് കിട്ടുന്ന ഇത്രയൊക്കെയാ, പക്ഷെ ദൈവത്തെ മോഷ്ടിക്കാൻ പോകരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. മനുഷ്യരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുന്നതിനേക്കാളും അത് തെറ്റാ, പക്ഷെ അതിലും ഭയാനകവും ആരുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കുന്നത്? ദൈവത്തിന്റെ കയ്യിൽ നിന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മലാക്കി 3:8 മുതൽ. മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ കൊള്ള ചെയ്യുന്നത്? എങ്ങനെയാണ് ഞങ്ങൾ അങ്ങിൽ നിന്ന് മോഷ്ടിക്കുന്നത്, കൊള്ളയടിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ. ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ചിലർ വിചാരിക്കും ഇത് മാത്രം കേൾക്കാൻ ചിലർക്ക് ഇഷ്ടമല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഏതാ? ദശാംശോ കാഴ്ചയും. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഇത് ദൈവത്തെ കൊള്ളയടിക്കുന്ന കാര്യമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ചിലര് ജോലി കിട്ടുന്നതിന് മുമ്പ് തീരുമാനമെടുക്കും, കർത്താവേ ഈ ജോലി കിട്ടിയാൽ ഞാൻ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി എന്റെ ഓഹരി ദശാംശം നൽകും. 10-1 കൃത്യമായിട്ട് കൊടുക്കും. അവര് പ്രാർത്ഥിക്കും. അവര് പലരെയും വിളിച്ചു പറയും, അവരും പ്രാർത്ഥിക്കും. ജോലി കിട്ടിക്കഴിയുമ്പോൾ അവര് പറയും, ഞാൻ ഇങ്ങോട്ട് പോരാൻ കുറെ കടമുണ്ടായിരുന്നു, ആ കടമല്ലോ ഒന്ന് വീട്ടട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഇവിടെ കടം ആ കിട്ടിയതിന്റെ 10-1 ദശാംശം മാറ്റിവെച്ച ശേഷം വീട്ടാൻ ഉപയോഗിക്കുക. ദൈവത്തിന് കടക്കാരനാകരുത്. ദൈവത്തിന്റെ കയ്യിലുള്ളത് കൊള്ളയടിക്കാൻ നിൽക്കരുത്. ഹല്ലേലൂയ. അത് അവഗണനയുടെ ഭാവമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ചിലര് ബാക്കി എല്ലാ കാര്യവും കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷേ കർത്താവിന് വല്ലതൊക്കെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അവർക്ക് ഭയങ്കര പ്രയാസം. അവർ പറയുന്ന ആ ശുശ്രൂഷകൻ കർത്താവിന് കൊടുക്കാൻ പറഞ്ഞു, ഉമ്മാരെല്ലാം കള്ളന്മാരാ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ദൈവത്തെ കൊള്ളയടിച്ച് അതിന്റെ പാപം പേറാതിരിക്കാൻ സത്യത്തിൽ എല്ലാ സഭകളിലും ദശാംശം ഓഹരികൾ കൃത്യമായി പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന കൂട്ടായ്മകളാണ് ശക്തി പ്രാപിക്കുക. അവര് വളരുക തന്നെ ചെയ്യും. അവിടെയുള്ള അണികൾ അനുഗ്രഹിക്കപ്പെടും. അവരുടെ മക്കൾക്ക് ജോലി ലഭിക്കാതിരിക്കുകയില്ല. ഹല്ലേലൂയ. അവരുടെ കടഭാരങ്ങൾ അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. കാരണം അവർ ദൈവത്തെ കൊള്ളയടിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. 9-ാം കൽപ്പന, കള്ളസാക്ഷ്യം പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യം പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സത്യം മറച്ചു വെക്കുന്നത് അവഗണനയുടെ പാവമാണ്. ഒരാൾ പറയാ, അത് ഞാനേതായാലും പറയാനൊന്നും നിൽക്കുന്നില്ല. ഏതാ സത്യം? ഒരാളൊരു കാര്യം കണ്ടു, മറ്റേയാൾ പറഞ്ഞു പറയല്ലേ. അത് പറയേണ്ട സ്ഥലത്ത് വന്നപ്പോ കണ്ടോ? അപ്പൊ സത്യം മറച്ചു വെക്കുന്നതും കള്ളസാക്ഷ്യമാണ്. ഹല്ലേലൂയ. ആവശ്യഘട്ടങ്ങളിൽ പോലും ചില സത്യങ്ങൾ ചിലർ മറച്ചു വെക്കാറുണ്ട്, വെളിപ്പെടുത്താതിരിക്കാറുണ്ട്. അത് ഒഴിവാക്കലിന്റെ പാവമാണ്. അനനിയാസും സഫീറായും അവരുടെ സ്വന്തം സ്ഥലം വിറ്റു. അവർക്ക് കിട്ടിയ തുകയിൽ ഒരു ഭാഗം അവർ മാറ്റിവെച്ചു. അന്നത്തെ കാലത്ത് 10-1 മുഴുവനുമാണ് കൊടുക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മുഴുവൻ പോയിട്ട് 10-1 കേട്ട തലകറങ്ങുന്നവൻ അന്നവറ്റാ ജീവിച്ചിരുന്നെങ്കിൽ അനനിയാസും സഫീറയുടെ അവസ്ഥയായി പോയാനെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അനനിയാസും സഫീറയും എന്ത് ചെയ്തു? അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. ഇത് അന്നത്തെ സഭയിൽ ആ കാലഘട്ടത്തിൽ മാത്രം ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അവരെല്ലാരും കൂടെ തീരുമാനമെടുത്തു. അതിൻ പ്രകാരം അവരുടെ വസ്തുവകളൊക്കെ അവർ പൊതുവായി, അതിന്റെ 4:17 പറയുന്നു, തന്റെ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. അത് അപ്പസ്തോലന്മാരാണ് മറ്റുള്ളവർക്ക്, ഇല്ലാത്തവർക്കെല്ലാം വീതിച്ചുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. 5-ാം അധ്യായം 1 മുതൽ. അനനിയാസ് എന്നൊരാളും അവന്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു. വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു.
ബാക്കി അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. പത്രോസ് ചോദിച്ചു, അനനിയാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്ത്? അപ്പൊ ഇത് ചിലവ് ഒളിച്ചു വെക്കാൻ, മാറ്റിവെക്കാൻ പ്രേരിപ്പിക്കുന്ന പാർട്ടിയുടെ പേരെന്നാ? സാത്താൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ദശാംശ ഓഹരി സമർപ്പിക്കേണ്ടത് സമർപ്പിക്കാതെ മാറ്റിവെക്കാൻ പ്രേരണ കൊടുക്കുന്നയാളുടെ പേരെന്താ? സാത്താൻ. പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ? വിറ്റ് കിട്ടിയതും നിന്റെ അധീനതയിലായിരുന്നില്ലേ? ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. അവൻ അവിടെ വ്യാജം പറഞ്ഞത് തെറ്റ്. അവൻ പറയും, എനിക്ക് ഇത്രയും വിറ്റ് കിട്ടി, എന്റെ ഇത്രയും ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞു. അവനവന്റെ ഭാഗം എടുത്തു വെക്കാമായിരുന്നു. പക്ഷെ ഇവൻ നുണ പറഞ്ഞു. അത് പരിശുദ്ധാത്മാവിനെതിരെ അവർ ചെയ്തതാണ് ആ വ്യാജം. അവൻ മനുഷ്യരോടല്ല, ദൈവത്തോടാണ് ആ കാപട്യം കാണിച്ചത്. 5-ാം വാക്യം. ഈ വാക്കു കേട്ട ഉടനെ അനനിയാസ് നിലത്തു വീണു മരിച്ചു. എന്നാ പറ്റിയേ? അതാണ് മോഷ്ടിച്ചാ പറ്റുന്ന ഒരു കുഴപ്പം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. നിലത്തു വീണ് മരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ അവിടെ നടന്ന കാര്യമൊന്നും അറിഞ്ഞില്ല. ഭാര്യ സഭയിലേക്ക് കയറി വന്നു. 5:8 പത്രോസ് അവളോട് ചോദിച്ചു, ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് എന്നോട് പറയുക. അവക്കൊരു അവസരം ഉണ്ടായിരുന്നു. ബാക്കി അവൾ പറഞ്ഞു, അതെ, ഈ തുകയ്ക്ക് തന്നെ. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നത് എന്ത്? ഇതാ, നിന്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ കാലൊച്ച വാതിലിന് പുറത്തു കേൾക്കാം. ഭർത്താവിന്റെ സംസ്കാരത്തിന് പോലും കൂടാൻ ഇവക്ക് പറ്റിയില്ല കേട്ടോ. ഇന്നാണെങ്കിൽ അവള് കേസ് കൊടുത്തേനെ. അടുത്തത്. അവർ നിന്നെയും കൊണ്ടുപോകും. തൽക്ഷണം അവൾ അവന്റെ കാൽക്കൽ വീണു മരിച്ചു. ചെറുപ്പക്കാർ അകത്ത് മരിച്ചു വീണു അല്ലേ? ആ സെക്കൻഡിൽ അവളും എന്തായി പോയി? മരിച്ചു വീണു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൽ സത്യം സംസാരിക്കാൻ പരിശീലിക്കുക, മറച്ചു വെക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുക. അനനിയാസ് ഭാര്യയോട് പറഞ്ഞു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനിടയായത്. ഹല്ലേലൂയ. മറ്റുള്ളവരെ നുണ പറയാൻ പ്രേരിപ്പിക്കാതിരിക്കുക. ഹല്ലേലൂയ. 10ാമത്തെ കൽപ്പനയാണ് മോഹിക്കരുത്. അതിന്റെ അകത്ത് ഭാര്യാന്നൊന്നുമില്ല കേട്ടോ. എന്തിനാ മോഹിച്ചാലും മറ്റുള്ളവരുടേത്. പ്രൈസ് ദി ലോർഡ്. ചിലര് ഈ ഒരു ബന്ധനത്തിലാ. അവരിങ്ങനെ ഇരുന്ന് സ്വപ്നം കാണും. അവരെന്താ സ്വപ്നം കാണുന്നത്? മൺസൂൺ ലോട്ടറി അടിച്ചിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. 25 കോടി. എന്നിട്ട് കർലാസ് ബുക്കിലെടുത്തൊക്കെ എഴുതി വെച്ചിരിക്കുക. അതിനകത്ത് ഇത്ര ഗവൺമെന്റ് കൊടുത്ത് ഇത്ര കിട്ടും, ഇത്രയും കൊണ്ട് ഇന്നത് ചെയ്യുക, ഇച്ചിരി മുമ്പ് ഇരിക്കുക, അത് വേണ്ട ഇത് ചെയ്യുക. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അവർക്ക് വീടില്ല, അവർക്ക് ഒരു 15 ലക്ഷം കൊടുത്തേക്കാം. എഴുതി താഴെ വന്നപ്പോ 15 വേണ്ട 10 ആക്കാം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. സത്യത്തിൽ ഇവൻ 250 രൂപ കൊടുത്ത് 500 രൂപ കൊടുത്ത് ആ ലോട്ടറി എടുത്തിട്ട് പോലുമില്ല. ലോട്ടറി പോലും എടുക്കാതെ അവൻ മോഹിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരുടെ വസ്തുവകകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ദൈവം നിങ്ങൾക്ക് എന്താണോ നൽകിയിട്ടുള്ളത് അതിന് നന്ദി പറയുക. നിങ്ങൾക്ക് 1972 ഒരു സ്കൂട്ടർ ഉണ്ട്. കർത്താവിന് നന്ദി പറയുക. കർത്താവേ, ഇത് ഞങ്ങൾക്ക് ഉള്ളതിന് സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. വേറെ ഒരുത്തം ബൈക്ക് മേടിച്ചു എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ കിടന്ന് അസ്വസ്ഥപ്പെടുന്ന. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭവനത്തിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന് ആ ഭവനത്തെ ഓർത്ത് നന്ദി പറയുക. കാരണം ഒരിക്കൽ ആ ഭവനത്തെ ഓർത്ത് നിങ്ങൾ നന്ദി പറഞ്ഞതല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 18. 1 തെസ്സലോനിക്ക 5:18. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ദൈവത്തിന്റെ ഒരു ഹിതമാണ് എല്ലാറ്റിനെയും ഓർത്ത് നന്ദി പറയുക. ഭാര്യ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, മക്കളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, സ്കൂട്ടർ ഓർത്ത്, വീട്ടിലെ പട്ടിയെ ഓർത്ത്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. പട്ടി കൂടെ ഓർത്ത്. ആദ്യം കൂട് കൊണ്ടപ്പോൾ വലിയ സന്തോഷം, കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കാര്യമില്ല. ഒരു ഹല്ലേലൂയ. അവഗണനയോട് അവഗണന. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ആ കിട്ടിയ TV ഓർത്ത്, കമ്പ്യൂട്ടർ ഓർത്ത്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ആ ഷൂ ഓർത്ത് കൊണ്ടുവന്നപ്പോ കർത്താവിന് നന്ദിയൊക്കെ പറഞ്ഞ്
ഒരുത്തം പുറത്തു പോകാൻ നേരത്ത് ഷൂ കൈ പിടിച്ചിട്ട് ചെരുപ്പിടാതെ മുറ്റത്ത് കൂടെ നടക്കുക. ചോദിച്ചപ്പോ പറയാ ഷൂവേ ചെളി പറ്റുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ എന്നാ ഹാപ്പിയും സന്തോഷവും നന്ദിയും പറഞ്ഞോണ്ടാ. ഇപ്പൊ ഷൂ കഴുകത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. കാക്ക തൂറിയത് കൊണ്ടപ്പേല്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ദിനംതോറും നന്ദി പറയാതിരിക്കുന്നത് ഒഴിവാക്കലിന്റെ പാപമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അറിവിലൂടെ പകുതി കാര്യങ്ങൾ ഓക്കെയാണ്. ആ അറിവിനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ 100% ഹലോ, ദൈവത്തിന്റെ വചനത്തിലൂടെ നിങ്ങൾ ചില കാര്യങ്ങൾ അറിയുമ്പോൾ പകുതിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു. ആ അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങുമ്പോൾ ആ ദൈവത്തിന്റെ ഹിതം പൂർണ്ണമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗലാത്യ 6-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചുകൊണ്ട് ഈ വചനത്തിന്റെ അവസാനത്തെ മേഖലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് മടുപ്പ് തോന്നരുത്. ചിലർ പറയുന്ന കുറെ നാളുകളായി ഞാൻ ചെയ്യുന്നതല്ലേ, ഇനി വേറെ ആരെങ്കിലും ചെയ്യട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി എന്റെ അടുത്ത് വന്നപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു സഭയിൽ ഇത്ര തുക വെച്ച് ഞാൻ നൽകുന്നുണ്ട്. ഞാൻ ചോദിച്ചു എത്ര നാളായി തുടങ്ങിയിട്ട്? ഏതാണ്ട് 7.5 വർഷത്തോളമായി ഞാൻ ആ സഭയെ കൈത്താങ്ങുന്നു. എന്നിട്ട് പറയാണ്, എനിക്ക് മടുത്തു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഇനി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞു. സത്യത്തിൽ ആ സഹോദരിയെ ദൈവം ഏൽപ്പിച്ചതാണ്. മടുപ്പ് തോന്നാതിരിക്കട്ടെ. ഇങ്ങനെ പറയുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്നും അവിടെ കസേര പിടിച്ചിടുക. എനിക്ക് ഇന്നു വരെ മൈക്ക് എനിക്ക് തന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ഹലോ മൈക്ക് ചെക്ക് എന്ന് പറയാൻ പോലും പറ്റിയിട്ടില്ല. മടുപ്പ് വരികയാണ്. നീ കസേര പിടിച്ചിട്ടും ഇട്ടാ മതി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കലും ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷുകാരനാ. കഴിഞ്ഞ 16 വർഷങ്ങൾ അദ്ദേഹം ആ സഭയിലെ ശുശ്രൂഷകനായിരുന്നു. ഒരു കാര്യവും അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ സ്റ്റേജിലെ ശുശ്രൂഷയുടെ ഒരു കാര്യം. അനേകം ശുശ്രൂഷകന്മാർ ആ കൂട്ടായ്മയിലുണ്ട്, വചനം പ്രസംഗിക്കുന്നു. ഇയാൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന്റെ മെയിൻ സീനിയർ ശുശ്രൂഷകൻ ഏൽപ്പിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ച ഏറ്റവും താഴ്ന്ന എന്ന് ചിന്തിക്കുന്ന വിധത്തിലുള്ള ജോലികൾ ചെയ്തു പോവുകയാണ്. അദ്ദേഹത്തിന്റെ ജോലി ശുശ്രൂഷകന്മാരുടെ ചെരുപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജോലി. നമ്മൾ വിചാരിക്കും എന്തിനാണ് ശുശ്രൂഷകന്റെ ചെരുപ്പം കഴിയാൻ കൊണ്ട് വല്ല കാര്യമുണ്ട്, തുടയ്ക്കാൻ കൊണ്ട് വല്ല കാര്യമുണ്ട്. യോഹന്നാൻ പറഞ്ഞ പോലെ അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ അവരെ ഏൽപ്പിച്ചത് ദൈവാത്മാവാ. കുറെ ശുശ്രൂഷകരുണ്ട്, അവർക്ക് ഡെയിലി ശുശ്രൂഷയാ. അവരുടെ ചെരുപ്പൊക്കെ പോളിഷ് ചെയ്തോളൂ. കാരണം അവന്റെ അപ്പൻ ആരായിരുന്നു? ഒരു ഷൂ പോളിഷ് ചെയ്യുന്നയാളായിരുന്നു. നിങ്ങളുടെ പേരൊക്കെ ഓർമ്മയുണ്ടായിരുന്നു, പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന, മറന്നുപോയി അയാളുടെ പേര് കേട്ടോ. ശുശ്രൂഷകൻ നീണ്ട 16 വർഷക്കാലം അദ്ദേഹം അതാ ചെയ്തുകൊണ്ടിരുന്നു. ഒരു സ്ഥലത്തെ ശുശ്രൂഷയിൽ ഒരു ശുശ്രൂഷകനെ ഏൽപ്പിച്ച് അദ്ദേഹം വന്നില്ല. മെയിൻ ശുശ്രൂഷകൻ പ്രാർത്ഥിച്ചു ആരെ ഏൽപ്പിക്കണം. അപ്പോഴേക്ക് അവിടെ ഉണ്ടായിരുന്ന 5-8 ശുശ്രൂഷകന്മാര് ടൈയും കോട്ടൊക്കെ ഇട്ട് വന്നു. ഞങ്ങൾ ചെയ്തോളാം. ആദ്യം കയറി വന്നതിനോട് അദ്ദേഹം പറഞ്ഞു, താങ്കളല്ല, പോയിക്കോളാൻ പറഞ്ഞു. രണ്ടാമത് ഒരുത്തം കുറച്ച് കഴിയുമ്പോൾ കയറി വന്നു, അവരോട് പറഞ്ഞു, നിങ്ങളും അല്ല. പാട്ടുകാരൻ അവിടെ പാടിക്കൊണ്ടിരിക്കുക. ആ 5-6 പേരെ ഒഴിവാക്കി കഴിഞ്ഞപ്പോ പരിശുദ്ധാത്മാവ് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നത്തെ ശുശ്രൂഷ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ചെരുപ്പ് ക്ലീൻ ചെയ്യുന്നവനെയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. പാസ്റ്റർ വേഗം ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, അവനെവിടെയാ, വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അവൻ ഏറ്റവും വെളിയിലാ. അവനെ പോയി വിളിച്ചു. അവൻ ഓടി ആദരവോടെ സീനിയർ പാസ്റ്ററുടെ മുമ്പിലെത്തി. എന്താണ്? പാസ്റ്റർ പറഞ്ഞു, ഇന്നത്തെ സ്റ്റേജിലെ ശുശ്രൂഷ നിന്റെയാണ്, നിനക്ക് ചെയ്യാമോ? ഇത് ചോദിക്കുമ്പോ പാസ്റ്റർ വിചാരിച്ച് ഇവൻ അയ്യോന്ന് പറയുന്ന. ഇവൻ പറഞ്ഞു, എന്നെ ദൈവമാണ് അത് ഏൽപ്പിക്കുന്നതെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷ ഞാൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഉടനെ അസിസ്റ്റന്റ് പാസ്റ്റർമാർ ഓടി വന്നു. അവനോട് പറഞ്ഞു, ആ വസ്ത്രമൊക്കെ മാറ്റാൻ പറഞ്ഞു. എന്നിട്ട് വേറെ വസ്ത്രം അവനെ ധരിപ്പിച്ചു.
ഒരു കോട്ട് എടുത്തുകൊണ്ടുവന്ന് അവനെ ഇടിയിപ്പിച്ചപ്പോൾ അവന്റെ ശരീരത്തിന് ഒട്ടും യോജിക്കുന്നില്ല. ഹല്ലേലൂയ പറഞ്ഞേ. കാരണം ഇവൻ മെലിഞ്ഞ ഒരുത്തനാണ്. ആ കോട്ട് ഇവന്റെ ഷോൾഡറും കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയിരിക്കുന്നു. ലൂസായ കോട്ട്. ഇദ്ദേഹം ഇതിട്ട് സ്റ്റേജിന്റെ അടുത്തേക്ക് ചെന്നപ്പോ ആരോ പറഞ്ഞു ഇത് ചേരുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു ഊരി എടുത്തോളാൻ പറഞ്ഞു. ഊരി അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി. ഹല്ലേലൂയ. എല്ലാവരും നോക്കി നിൽക്കാൻ അദ്ദേഹം പറഞ്ഞു നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ കൂടി നിന്ന് ആ ഒരൊറ്റ വാക്കാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അത് കേട്ട സെക്കൻഡിൽ പാട്ടുകാരൻ നിന്നിടന്ന് താഴേക്ക് നിലംപതിച്ചു. മുൻനിരയിൽ നിന്ന് ഒരു ഒച്ച കേട്ടു. കസേരകളെല്ലാം തട്ടിമാറ്റി ജനങ്ങൾ താഴേക്ക് നിലംപതിക്കുന്നു. ആ ഹാളിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഒരാള് പോലുമില്ല. ഹല്ലേലൂയ. കമന്നു കിടന്ന് ആത്മാവിൽ നിറഞ്ഞു അന്യഭാഷയിൽ ജനക്കൂട്ടം മുഴുവനും ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. കാരണം എന്താണെന്നറിയാമോ? കഴിഞ്ഞ 16 വർഷമായി ഒരു പ്രാവശ്യം പോലും മടുപ്പ് തോന്നാതെ, അയ്യോ എന്ന് പറയാതെ ആ മുഷിഞ്ഞ ഷൂകൾ തന്റെ മടിയിൽ ചേർത്ത് വെച്ചത് തുടയ്ക്കുമ്പോൾ ദൈവത്തെ ശുശ്രൂഷിക്കുന്ന പാദങ്ങൾ ധരിച്ചതാണ് ഈ ഷൂകൾ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞ അന്യഭാഷയിൽ അത് ക്ലീൻ ചെയ്തവൻ ദൈവം അവന്റെ സമയമായപ്പോൾ അവനെ എഴുന്നേൽപ്പിച്ച് ദൈവത്തിന് നന്ദി പറയാമെന്ന് പറഞ്ഞപ്പോൾ അത് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗമായിരുന്നു ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പിന്നെ അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ പെരുമഴയായിരുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയായിരുന്നു അദ്ദേഹം കയറി നിൽക്കുമ്പോ. ഹല്ലേലൂയ. ഭൂതങ്ങൾ അഴിയുന്നു, രോഗങ്ങൾ അഴിയുന്നു. ഹല്ലേലൂയ. വലിയ കൃപയുടെ ശുശ്രൂഷകൾ ചെയ്ത ഒരു ശുശ്രൂഷകൻ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്താൽ, നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരുന്നാൽ, പ്രൈസ് ദി ലോർഡ്. എന്തെന്നാൽ വായിച്ച് നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു അവസരം ദൈവം തന്നിരിക്കുകയാണ്. നന്മകൾ ചെയ്യുവാൻ, ചെയ്യേണ്ട നന്മകൾ ചെയ്യുവാൻ ദൈവം നമുക്ക് ഈ ജീവിത കാലയളവിൽ ഒരു അവസരം തന്നിരിക്കുകയാണ്. ഇല്ലാത്ത ശൂന്യതയുള്ള നിനക്ക് ദൈവം ഒരു അവസരം തന്നിരിക്കുകയാണ്. വരുമാനമില്ലാത്ത നിനക്ക് ഒരു അവസരം തന്നിരിക്കുന്നു. ആരോഗ്യമില്ലാത്ത നിനക്ക് ഒരു അവസരം തന്നിരിക്കുന്നു. പരിമിതിയുള്ള നിനക്ക് ഒരു അവസരം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അറിവില്ലാത്ത നിനക്ക് ഒരു അവസരം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് വായിക്കാം. സകല മനുഷ്യർക്കും പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. ഇതാ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവേ, ഞാൻ അങ്ങയുടെ പ്രവർത്തികൾ ചെയ്യുവാൻ അങ്ങേ ഹിതം എന്നെ അറിയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ അങ്ങേ ഹിതം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഓ യേശുവേ, അങ്ങ് ക്രൂശിൽ മരിച്ചത് തന്നെ സൽകൃത്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയാണല്ലോ. അങ്ങൊരുക്കിയിരിക്കുന്ന നന്മ പ്രവൃത്തികൾ ചെയ്യുവാനാണല്ലോ. അതെന്റെ മേൽ ഭരമേൽപ്പിക്കണമേ. എന്റെ പരിമിതിക്കകത്ത് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് കാണിച്ചു തരണമേ. എന്റെ ബലഹീനതയ്ക്കകത്ത് ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്നെ അറിയിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കാനുള്ള മണ്ഡലങ്ങൾ എനിക്ക് അറിയിക്കണമേ. യേശുവേ, ആരാധന, 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 ആരാധന. ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. കർത്താവേ, എന്നിലൂടെയുള്ള അങ്ങയുടെ പദ്ധതികൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അത് ചെയ്യുവാനുള്ള കൃപ എനിക്ക് തരണമേ. എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓരോ മക്കളുടെ മേലും ആത്മാവിൽ കരം വെച്ച് അനുഗ്രഹിക്കുന്നു. അവിടുത്തെ ജീവൻ ഓരോ മക്കളുടെ മേൽ വെളിപ്പെടട്ടെ. ദൈവഹിത പ്രകാരമുള്ളതെന്ന് വെളിപ്പെടട്ടെ. ദൈവേഷ്ടം എന്തെന്ന് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനാൽ അത് തിരിച്ചറിയട്ടെ. അത് ചെയ്യുവാൻ വേണ്ടതെല്ലാം എന്നിലേക്ക് വെളിപ്പെടട്ടെ. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകൾ അത് പൂർണ്ണതയിൽ പ്രവർത്തിക്കാൻ വേണ്ട വഴികൾ തുറന്നു വരട്ടെ. വഴികൾ തുറന്നു വരട്ടെ. വാതിലുകൾ തുറന്നു വരട്ടെ.
അത് ചെയ്യുവാനുള്ള മനോധൈര്യം എനിക്ക് ലഭിക്കട്ടെ. അത് പ്രവർത്തികമാക്കുവാനുള്ള ശക്തി എനിക്ക് ലഭിക്കട്ടെ. ദൈവം എന്നെ ഏൽപ്പിച്ചതും മടുപ്പ് കൂടാതെ അവസാനം വരെയും ചെയ്യുവാൻ, ഒരു ദിവസം 2 ദിവസമല്ല, ദൈവം എന്നോട് അത് വേണ്ട എന്ന് പറയുന്നത് വരെയും അത് ചെയ്തുകൊണ്ടിരിക്കുവാൻ സ്വർഗം എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന, 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 ആരാധന.